ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ചെറിയൊരു പ്രാങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് നമ്മൾ, അല്ലേ ചാ? നമ്മളല്ല, അനു. അതെ, മൊത്തത്തിൽ ഒന്ന് പേടിച്ചിരിക്കുകയാണ്. ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഗെയിം കളിക്കുക കേട്ടോ, അല്ലേ? അതാണ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം, ഇല്ലേ ചാ? കറക്റ്റ് ആയിരുന്നു. കുറഞ്ഞു പോയതേ ഉള്ളൂ. അനു വിട പറഞ്ഞെന്ന് വിചാരിച്ച്. എന്നിട്ടും അവള് പറയുന്നത് എന്തെന്നറിയാമോ? എന്റെ മുഖമൊക്കെ നല്ലതായിട്ട് തന്നെ ഇരുന്നെന്ന്. അതാ ഞാൻ വീഡിയോ എടുത്തെന്ന് പറഞ്ഞപ്പോഴേ എന്റെ മുഖമൊക്കെ നല്ല കണക്ക് തന്നെ ഇരുന്നേന്ന്. ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ചാകാൻ പോവാ ഒരാള്. അതിനൊരു പഴഞ്ഞിട്ടുണ്ട്, എന്താ അറിയാമോ? ചത്ത് കിടന്നാലേ ചമഞ്ഞ് കിടക്കണം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് പേര്, സ്ഥലം, സാധനം, മൃഗം, സിനിമ. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ, സമയം കളയണ്ട. എന്ത് പറയുന്നു? അച്ഛൻ പക്ഷെ അന്ന് പറഞ്ഞ സ്ഥലം ഉള്ളായിരുന്നു കേട്ടാ. എന്തിനു പറഞ്ഞ ഫിൽഗിരി. അങ്ങനെ സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ, കടക്ക കൂട്ട് കഴിഞ്ഞിട്ടാണ് അങ്ങനെ സ്ഥലം. ഞാൻ കള്ളല്ല, ഞാൻ ഈ ഒരുപാട് ഈ പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം കള്ളത്തരം അടിക്കല്ലേ, അത് ചിലപ്പോ ഞാൻ വിശ്വസിക്കും. ആദ്യം നീ തന്നെ എടുക്കും. വലിച്ച് ഏ വെച്ച് പേര് ആരുടെ വേണ്ട തിരിച്ചാട്ടെ. ഈ ഏ വെച്ചെന്തോ പേര് മൃഗം എഴുതാൻ സാധ്യതയുണ്ട്. എല്ലാരും എനിക്ക് തോന്നുന്നു മൃഗം. ഇത് കഴിഞ്ഞേട്ടാ, സമയം കഴിഞ്ഞ് ഇവിടെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ വെട്ടാണ്. പേര് അനിൽ. എന്തിന്? എന്തോ അങ്ങനെ ഒരു പെൺകുട്ടിയില്ലേ? പിന്നെ സ്ഥലം ഏരൂര്, സാധനം ഏലക്ക, മൃഗം ഐരാവതം. പിന്നെ സിനിമ ഏയോട്ടം. പേര് ഏലിയാമ്മ. ഓ, ഏലിയാമ്മ. സ്ഥലം ഏനാത്ത്. വെരി ഗുഡ്. പോയിന്റ് എഴുതിക്കോണം കേട്ടാ. സാധനം ഏത്തപ്പഴം. അതൊക്കെ ഉള്ള കേട്ടോ. എനിക്ക് കേക്കണ്ടേ? മൃഗം എലി. വെച്ച് എലി എഴുതിയപ്പോൾ എല്ലാരും വെട്ടിക്കോ. എനിക്കറിയായിരുന്നു നിങ്ങൾ അതേ ഞാനും എഴുതി എലി വെട്ടിക്കോ. ഞാൻ ആദ്യമേ എഴുതിയതായിരുന്നു. സിനിമ കിട്ടിയില്ല. എനിക്കറിഞ്ഞൂടെ നിങ്ങളെ. ഞാനും എലി എഴുതിയത്. ഇല്ല, മൃഗം മാറ്റി. അത് വെട്ട്. ശരി, ആയിക്കോട്ടെ. ശരി, പേര് ഏലിയ. എന്റെ ഏലിയമ്മ, നിന്റെ ഏലിയെ. നിങ്ങളുടെ ഏലിയാമ്മ, എന്റെ വെറും ഏലിയ. പ്ലേസ് എരുമേലി. എന്റെ കഥ വെച്ചാ ഞാൻ കണ്ടൊന്നുമല്ല എഴുതിയത്. വേറെ എന്തെല്ലാം സ്ഥലമുണ്ട്. ഞാൻ എഴുതുന്ന സ്ഥലത്ത് നോക്കി എഴുതി വെച്ചേക്കണേ. അച്ഛന്റെ സ്പെല്ലിംഗ് തെറ്റാ. അറുമേലി അറുമേലിയ അച്ഛൻ എഴുതി തെറ്റി. അപ്പൊ വെട്ടിക്കോ, എരുമേലി വെട്ടിക്കോ. അച്ഛന് വെട്ടിക്കോ. എരുമേലി. ഇത് തിങ്ങ് അയണിച്ചക്ക. സിനിമ ഐ. മൃഗം പറഞ്ഞില്ല. മൃഗം എലി നേരത്തെ പറഞ്ഞില്ലേ, തെറ്റി. അത് വെട്ടിപ്പോയി. 30 മാർക്ക്. പേര് എലിസബത്ത്. വാട്ട് എ സ്റ്റൈലിഷ് നെയിം. എലിസബത്ത്. സ്ഥലം പോയി, എരുമേലി തേഞ്ഞ്. സാധനം എരിക്കിന്റെ എണ്ണ. ചുണ്ണി. എരിക്കിന്റെ എണ്ണ. അതെന്തു വെച്ചാ? എരിക്കതിന്റെ എണ്ണ ഉണ്ട്. എന്തിനാണത്? ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. എരിക്കിന്റെ എണ്ണ കഴിയാള് എരിക്കെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. ഓക്കെ, എണ്ണ. എലി പോയി. സിനിമ എഴുപുന്നത്തരകൻ. മമ്മൂട്ടിയുടെ സിനിമ. പഴയ സിനിമയാണെന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഏതോ എഴുതാം. അച്ഛാ, അത് സ്ഫുടമായിട്ട് നിർത്തി പറയാൻ കേട്ടോ. സ്പീഡിൽ കേൾക്കുമ്പോ വേറൊരു വേണം. 30 പറഞ്ഞു. എനിക്ക് അച്ഛന് 30, അച്ഛന് 30, എനിക്ക് 30, അനുവിന് 50, എനിക്ക് 30, അമ്മയ്ക്ക് 30. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എടുത്തേ.
ഓക്കെ കഴിഞ്ഞ മതിയേ. നിർത്തിക്കോ എല്ലാരും നിർത്തിക്കോ. ആരാ പറഞ്ഞത്? ഞാൻ വായിക്കട്ടെ ഫസ്റ്റ്. വായിച്ചു. അല്ല ഫസ്റ്റ് അച്ഛൻ വായിക്കാം, അതാകുമ്പോ പെട്ടെന്ന് തീരുവല്ലേ. പേരില്ലി പാവച്ച പേരെഴുതിയില്ല. പ്ലേസ് ആനകേറാമല. സാധനം ആന. അല്ല പിന്നെ മൃഗം ആന. ആന എഴുതിയേക്കുന്നവര് വെട്ടിക്കോ. ഇല്ല. ഇത് രണ്ടെണ്ണേ ഉള്ളു. രണ്ടെണ്ണം എഴുതിയോ? 2 മാർക്ക് ഉണ്ട് കേട്ടോ. 20 മാർക്ക് അച്ഛനെ. അടുത്ത ഞാൻ പറയാം. നെയിം ആന്റണി, പ്ലേസ് ആര്യങ്കാവ്, തിങ് ആലില. നീ എഴുതിയാ? ഇല്ല, ഞാൻ ആഞ്ഞിലിച്ചൊക്കെ എഴുതി. ആഞ്ഞിലിച്ചക്ക. ആനിമല് ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടി എഴുതിയാ? ആട്ടിൻകുട്ടിയായി. ഞാൻ ആട് എഴുതുന്ന് വെച്ചിട്ടാണോ ആട്ടിൻകുട്ടി എഴുതിയത്? ഞാനും അങ്ങനെയാ വിചാരിച്ചത്. ആട്ടിന്റെ വേറെ വല്ല എഴുതിയത്? അത് തിങ്ങിൽ എഴുതായിരുന്നല്ലേ? ശരി, ആട്ടുകട്ട തിങ്ങിൽ വേണം എഴുതാ കേട്ടാ. സിനിമ ആര്യ 2. പേര് ആവണി, സ്ഥലം ആറ്റിങ്ങല്, സാധനം ആഞ്ഞിലിച്ചക്ക, മൃഗം ആട്ടിൻകുട്ടി, അതില്ല. സിനിമ ആമി. പേര് ആര്യൻ, സ്ഥലം ആലഞ്ചേരി, ആലിപ്പഴോ. ഇത്രയൊക്കെ ചിന്തിച്ചവര്. സാധനം ആലിപ്പഴം. പിന്നെ മൃഗം ആമ. പിന്നെ സിനിമ ആട്. വെരി ബാഡ് അച്ഛാ. എനിക്ക് 50 മാർക്ക്. എനിക്ക് 50. 50 മാർക്ക് അടിച്ചടേ, ഫുൾ മാർക്ക്. അതിനിടയ്ക്ക് മരിക്കാൻ പോവാ. എനിക്ക് കിട്ടി. ഇവിടെ മതി. കഴിഞ്ഞ് സമയം കഴിഞ്ഞ് മതി. ഓക്കെ, ഇനി അച്ഛൻ പറ. മതി. അച്ഛ പറയാ. നെയിം ഹിലാൽ. ഹിലാൽ, അത് ഹലാൽ ചിക്കൻ. ഹിലാൽ. പ്ലേസ് ഹിരോഷിമ. ഹിരോഷിമയിൽ ഇട്ടതാണ് ബോംബ്, അപ്പൊ ഹിരോഷിമ. ഓക്കെ. പിന്നെ സാധനം ഹലാൽ ചിക്കൻ. അത് വെട്ടിക്കഴിഞ്ഞ് കൊന്നു കഴിഞ്ഞ സാധനമാണത്. ഓക്കെ, റൈറ്റ് ആൻസർ. പിന്നെ അനിമൽ ഹിപ്പോപ്പൊട്ടാമസ്. വണ്ടർഫുൾ, അടിപൊളി, സൂപ്പർ, വെരി ഗുഡ്. പിന്നെ ഹിമവാഹിനി. സിനിമ ഹിമവാഹിനി. എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ട് കേട്ട സാധനത്തില് അവിടെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു 50 മാർക്ക് കഴിഞ്ഞ് ഞാൻ നേരത്തെ വിചാരിച്ചതാ. എനിക്ക് മാർക്ക് ഇല്ല. ഫുൾ മാർക്ക് അടിച്ചേട്ടോ. അടിപൊളി. ഇനി ഞാൻ പറയാവേ. പേര് ഹക്കി, പ്ലേസ് ഹൈദരാബാദ്. എഴുതിയടി നീ? ഇല്ല. തിങ് ഹണി, അനിമല് ഹൈന. സിനിമ 40 മാർക്കേ ഉള്ളു കേട്ടോ, കുഴപ്പമില്ല. പറ. ഞാൻ മനഃപൂർവ്വം സാധനം എഴുതാതിരുന്നത്, ചേട്ടൻ അത് എഴുതുന്നു അറിയായിരുന്നു. പേര് ഹണി റോസ്, സ്ഥലം ഹിമാലയം, സാധനം എഴുതിയില്ല. മൃഗം ഹംസം, സിനിമ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. പെട്ടെന്ന് ആലിമ കിട്ടത്തില്ല. എനിക്ക് 40. എനിക്കും അവക്ക് 40. അമ്മ ഹരി. പേര് സിമ്പിൾ. ഹരിയാന. സ്ഥലം ഹരിയാന സ്ഥലം. ഒത്തിരി കണ്ടുപിടിക്കാണല്ലോ കണ്ടുപിടിക്കാൻ. ഇത് ഇത്ര എഴുതിയോളൂ, ബാക്കി എഴുതിയിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അമ്മയ്ക്ക് 20 പോയിന്റ്. ഓക്കെ, 50 മേടിച്ചെഴുതി കഴിഞ്ഞാല്. അപ്പൊ അതൊക്കെ മതി. ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്നവരാ. ലാസ്റ്റ് കൂട്ടാ നമുക്ക്. അച്ചട് എടാ, പെട്ടെന്ന് എഴുതണം കേട്ടോ, നമ്മള് ഒത്തിരി എടുത്താ. ഓക്കെ, ഡായാണോ സായാണോ? സായല്ലേ? സായാണ്. സാ. എന്തുവാണേ പേര് സ്വാതി. സ്വാതി. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ എഴുതിയിട്ടില്ല. വൃത്തിക്ക് എഴുതിയിട്ടില്ല. സ്ഥലം സിക്കിം. സാധനം സോളാർ
സോളാർ LED ബൾബ്. സോളോ LED ബൾബ്. സോളാർ LED ബൾബ്. ആ ഉണ്ടല്ലേ. ഓ. മൃഗം സിംഹവാലം കുരങ്ങ്. എനിക്കത് കിട്ടിയില്ല. ഞാൻ എപ്പിട്ട് ആന, എലിമ, പോത്ത്, എലി, സിംഹം. അപ്പോഴാ നിന്റെ അമ്മ പറഞ്ഞത് സിംഹം ഞാൻ എഴുതി. ഞാൻ പറഞ്ഞു നോക്കിയത് ചുമ്മാ സാഖ്യതൊല്ലം വരുന്നതെന്ന്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് സിംഹവാല കുരങ്ങ്. അപ്പൊ വെട്ടിക്കോ. സിംഹവാലം കുരങ്ങ് എഴുതിയൊരു വെട്ടിക്കോ. സോളാർ LED ബൾബ്. പിന്നെ സദാനന്ദന്റെ സമയം. വെട്ടിക്കോ. അത് വെട്ടിക്കോ. അവർക്ക് ആകെ അറിയാവുന്ന ആ പേരാണ്. ഇനി ഞാൻ വായിക്കട്ടെ. അമ്മ വായിക്കും. സരള. സരള. അതോട് രക്ഷപ്പെട്ടു. സരള. സ്ഥലം സദാനന്ദപുരം. സദാനന്ദപുരം. പിന്നെ സമൂസ സാധനം. സമൂസ. പിന്നെ സിംഹം. സിംഹം. അത് ശരിയാണ്. ഞാൻ അത് പിന്നെ ഒരെണ്ണം അവിടെ തെറ്റി. സിംഹം ആരും എഴുതിയില്ലേ? ഇല്ല, ഞാനാ പറഞ്ഞത്. പേര് സോമൻ. അതാ ഞാൻ ചിരിച്ചത്. പ്ലേസ് സ്നേഹതീരം. അത് സിനിമ കേട്ടാ. സ്നേഹതീരം പറഞ്ഞ സ്ഥലമൊന്നുമില്ല. സ്നേഹതീരം സ്ഥലമുണ്ട്. അത് ചിലവർക്ക് വീടിന്റെ അഡ്രസ് ഒക്കെ ഇടും. ആ സ്ഥലം സ്നേഹതീരം. ഇല്ല, അത് പറ്റിയല്ലേ. എന്നാ പിന്നെ ഇത് ഇങ്ങോട്ട് ഇടാം. എന്നാ ഇത് ഇങ്ങനെ ഇടാം. ഓക്കെ. സിനിമ. സിനിമയ്ക്ക് എന്തെങ്കിലും വേറെ ഐറ്റം ഉണ്ട്. ഓക്കെ. ഇവിടെ അപ്പൊ ഇത് മാർക്കില്ലേ എനിക്ക്. പ്ലേസ് ഇവര് തരുന്നില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് തോന്നി. നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ. എനിക്കറിയാറുണ്ട്. ഓക്കെ. വിട്. തിങ്ങ് സൂചി. അനിമല് സിംഹക്കുഞ്ഞ്. സിംഹക്കുഞ്ഞ്. സിംഹക്കുഞ്ഞാണ്. ഇത് മൊത്തം കുഴപ്പമുണ്ടാക്കിയത് എലി. അപ്പോഴെവിടെ ഒരുത്ത കണ്ടിട്ട് എലിയല്ലേ സിംഹ കുഞ്ഞ്. അവിടെ എഴുതിയത് സിംഹവാല കുരങ്ങ്. വലിയ സിംഹം. എനിക്ക് റൈറ്റ് ആണ്. ഇത് സിംഹക്കുഞ്ഞ് റൈറ്റ് ആണ്. സിനിമ സിംഹം. അതിന് സിംഹം. ഓക്കെ. അപ്പൊ എനിക്ക് 1 2 3 4 40 പേർക്ക്. പേര് സരസു. സ്ഥലം സാമ്പ്രാണിക്കുടി. സാമ്പ്രാണിക്കുടി. അത് ബെസ്റ്റ്. വെരി ഗുഡ്. സാധനം സവാള. സാധനം നാലാഴ്ച ഉണ്ട് ഇതത്തിന്റെ. പിന്നെ സിംഹവാല കുരങ്ങ് പോയി. ഈ സവാളയുടെ മുമ്പ് എന്തെടുത്തേക്കുന്നത് വേറെ റൈറ്റ് എഴുതിയേക്കണ്. പിന്നെ സിനിമ സരോവരം. സരോവരം ഏതാണോ ആ സിനിമയുണ്ട്. ശരി ശരി ശരി. ഇപ്പം ഇതിലിപ്പോ എത്ര? അച്ഛൻ എത്ര മാർക്ക്? എനിക്ക് 40. അച്ഛന് 40, എനിക്ക് 40. എല്ലാവർക്കും 30, എനിക്ക് 40. നമുക്ക് 3 പേർക്കും 30. 40, ഇവർക്ക് മാത്രം 30. ഓക്കെ. റെഡി? ഇട്. എന്തൊരു കഷ്ടം. ഇത്ര ആഗ്രഹമുണ്ടോ? അവള് പറയാതെ എഴുതാൻ നോക്കണേ. കഴിഞ്ഞു. ഓക്കെ. ഞാൻ വായിക്കട്ടെ. പേര് മുരളീധരൻ പിള്ള. ഓക്കെ. അത് റൈറ്റ് ആൻസർ. പ്ലേസ് മീൻമുട്ടിൽ. തിങ് മഷി. ആനിമല് മത്സ്യക്കുഞ്ഞ്. പിന്നെ മീന് പിന്നെ കുഞ്ഞെന്നല്ലേ പറയുക. മത്സ്യക്കുഞ്ഞ്. ആരും എഴുതിയില്ലല്ലോ. ഓക്കെ. സിനിമ മധുര നാരങ്ങ. എനിക്ക് ഫുൾ 50 ഓർക്കുണ്ടേ. ഫസ്റ്റ് 50 ഓർക്കണല്ലേ. ഞാൻ പറയാം. അച്ഛൻ പറയട്ടെ ഇനി അടുത്ത. പേര് മനോഹരൻ. ഓക്കെ. വെരി ഗുഡ്. സ്ഥലം മലയാറ്റൂർ. എക്സലന്റ്. സാധനം മൈലാഞ്ചി. വെരി വെരി ഗുഡ്. പിന്നെ അനിമല് മരയണ്ണാൻ. വണ്ടർഫുൾ. മലയണ്ണാൻ. ഓക്കെ. പിന്നെ സിനിമ മനോരാജ്യം. ഓക്കെ. വെരി ഗുഡ്. 50 മാർക്ക്. ഓക്കെ. പേര് മീനാക്ഷി. സ്ഥലം മലയാളപ്പുഴ. സാധനം മഞ്ചാടി ഗുരു. ഇത് മൃഗം മണിയനീച്ച. അത് കൊള്ളാല്ലേ. ഇത് എങ്ങനെ തിങ്ക് ചെയ്ത് മണിയനീച്ച.
സിനിമ മാന്ത്രികൻ. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും 50 മാർക്ക് കൂടെ. ഇനി ഞാൻ പേര് മായ. പിന്നെ മാവുള്ള സ്ഥലം ജനിച്ച നാട് പറക്കണമല്ലോ. പിന്നെ സാധനം മാവ്. പിന്നെ മൃഗം മ്ലാവ്. പിന്നെ സിനിമ മാന്നാർ മത്തായി സ്പീക്കിംഗ്. വണ്ടർഫുൾ. എല്ലാവർക്കും 50 മാർക്ക് അടിച്ചല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് റൗണ്ട്. അടുത്ത മാമൻ എടുക്ക്. നച്ചെടുക്ക്. അനു എഴുതാനായിട്ട് എനിക്ക് അനുവിന് മുമ്പ് എഴുതി തീർക്കണം. ഒറ്റയ്ക്ക് ഒളിച്ചു നോക്കുന്ന വേറെ ആരൊക്കെ കാണാത്തണം. പറ. എഴുതിയില്ല. ഈ വെച്ച പേരില്ല. ഒരു പേര് പറഞ്ഞു. പേര് ഇന്ദ്രൻസ്. സ്ഥലം ഇലവംകുന്ന്. സാധനം ഇഞ്ചി. മൃഗം ഈച്ച. ഈച്ച എഴുതിയാരെല്ലാരും 1 2 3 4 പോയിന്റ്. 40 മാർക്ക്. പേര് ഈച്ച. ഈച്ച എന്നുള്ളൊരു പേരില്ല. അതങ്ങ് വെട്ടിക്കോ. ഞാനിട്ട് നിന്റെ പേര് ഈച്ച. ഇളമ്പന്നൂര്. സാധനം ഈത്തപ്പഴം. ഞാൻ വേറൊരു സാധനം എഴുതിയ റിലേറ്റബിളാ. അത്രേ ഉള്ളൂ. 20 മാർക്കേ ഉള്ളൂ. 20 മാർക്ക്. ഓക്കെ, ഞാൻ പറയട്ടെ. പേര് ഇമ്മാനുവൽ. പ്ലേസ് ഈച്ചാങ്കുഴി. ഓക്കെ, ഈച്ചാങ്കുഴി സ്ഥലമുണ്ട്. ഈച്ചക്കുഴി ഉണ്ട്. തിങ്ങ് ഈത്തക്ക കുരു. കുരു കടയിൽ കിട്ടുവോ? പിന്നെ ഈത്തപ്പഴം മാത്രം അതിന്റെ കുരുവിനെ പൈസ കൊടുത്ത് മേടിക്കോ? പിന്നെ ഈത്തപ്പഴം നീ കുരു സാധനം അതിൽ എഴുതാം. ആനിമൽ ഈച്ച, അത് തെറ്റ്. സിനിമ ഈച്ച. അപ്പൊ എനിക്ക് 30 മാർക്കേ. സത്യം പോലെ കുറെ ഈച്ചയെ കൊണ്ടിറങ്ങി. എനിക്ക് വേറെ കിട്ടിയില്ല ചാ. പിന്നെ അച്ഛൻ എഴുതിയിരിക്കുന്നത് കണ്ട് പിന്നെ 2 പേരും കൂടെ പോട്ടെന്ന് വിചാരിച്ചു. നീ കണ്ടായിരുന്ന? ഇല്ല, ഇത് ആനിമൽ ഈച്ച എഴുതിയപ്പോ അത് തോന്നി. പറഞ്ഞോ. നെയ്മ് ഈപ്പച്ച. ഈപ്പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്. സ്ഥലം ഈരാറ്റുപേട്ട. വെരി ഗുഡ്. സാധനം ഇല. ഓക്കെ. പിന്നെ മറ്റേതെല്ലാം പോയി. ബാക്കി 2 പോയി. ഓക്കെ, അച്ഛനപ്പം 30 പേർക്ക്. എനിക്ക് അച്ഛന് 30. എനിക്ക് 20. രസമുണ്ട് കളിക്കാൻ. പേര് ജലജ. പ്ലേസ് ജോർജിയ. തിങ് ജട്ടി. മൃഗം ജിറാഫ്. അത് വേണമെങ്കിൽ ആരെങ്കിലും എഴുതെങ്കിൽ കുഞ്ഞാക്കാന്ന് വിചാരിച്ചു. ജേക്കബിന്റെ സ്വർഗരാജ്. അപ്പൊ ഫുൾ മാർക്കുണ്ട്. ഓക്കെ, 50 മാർക്കുണ്ട്. ശരിയായ എല്ലാം തെറ്റിപ്പോണേ. ഇനി പേര് ജോൺസൺ. സ്ഥലം ജാർഖണ്ഡ്. ജാർഖണ്ഡോ? എന്തോ ജാർഖണ്ഡ്. എനിക്ക് വേറെ കിട്ടില്ല ചേട്ടാ. ജാർഖണ്ഡ് ഇല്ല, അത് ചായ. അത് വെട്ടിക്കോ മോളെ. കള്ളത്തരം കാണിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഇല്ല. സാധനം ജലം. മൃഗം ജമുനാപാരി, ആട്. പേര് ജാനകി. സ്ഥലം ജഡായുമംഗലം. അത് പണ്ടായിരുന്നു. ജഡായുമംഗലം. ഓക്കെ. സാധനം ജനൽ. അനിമൽ ജഡായു. ഓക്കെ, അനിമൽ ജഡായു എന്ന് പറയുന്നത് അനിമൽ അല്ല. സിനിമ ജാലകം. ഓക്കെ. ജാനു പേര്. സ്ഥലം എഴുതിയില്ല. ഇല്ല. സാധനം ജിമിക്കി. സിനിമ എഴുതിയില്ല. അപ്പൊ 20 പോയിന്റ്. ആർക്കും കിട്ടാത്ത വരട്ടെ. എഴുതിക്കോ. ഏതിന്റെ കുട്ടി? അല്ല, നിന്നെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ കണ്ടു എഴുതോളാം. കള്ളക്കളി അറിയില്ല. ഞാൻ എഴുതി തരണേ. മൃഗം കിട്ടിയോ? കഴിഞ്ഞു. പേര് ബഷീർ. സ്ഥലം ബീഹാർ. സാധനം ബലൂൺ. അനിമൽ എഴുതിയില്ല. സിനിമ ബാബു ബോയ്സ്. മനപ്പൂർ ഞാൻ അത് എഴുതിയപ്പോ അത് നോക്കി. ഇല്ലല്ല, പക്ഷെ ഞാൻ ഇത് കണ്ടില്ല. നീ ബാബു ബോയ്സ് എഴുതിയത് അപ്പോഴേ അത് ലാസ്റ്റ് കിട്ടിയത്. എന്റെ കണ്ണെഴുതിയതാ.
ദൈവത്തിന് വെട്ടണമല്ലേ? ഞാൻ വായിക്കട്ടെ. പേര് ബാസി. അപ്പൊ എനിക്ക് 30 മാർക്ക് കേട്ടോ. ആ ശരി, അച്ഛന് 30 മാർക്ക്. പേര് ബാസി, സ്ഥലം ബംഗ്ലാകുന്ന്. ആ ബാസി, സ്ഥലം ബംഗ്ലാകുന്ന്. തിങ്ങി ബാറ്റ്. ആനിമൽ ബലിക്കാക്ക. ആ ബലിക്കാക്ക. എന്ത് ബലിക്കാക്ക? ഇത് സിനിമ എഴുതിയത് ഇത് ബാബു ബോയ്സ്. ആ തെറ്റി, കോപ്പി അടിച്ച്. പേര് ബിസ്മി, സ്ഥലം ബോംബെ, സാധനം ബോള്, മൃഗം ബലിയാട്. ബലിയാടാ? അതെന്തൊരാട്? നീ കൊറേ കുഞ്ഞിനെ ഇറക്കി. ബലിക്കാക്ക വേറെയാ. ചെമ്മരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ബലിപ്പോത്ത്. അത് ശരിയാ. ബാലൻ, സിനിമ, പുതിയ സിനിമ. എന്റെ അപ്പുറത്തോട്ട് വേറെന്താ എഴുതിയത്? ഞാൻ വൈകിട്ട്. പേര് ബിന്ദു. ബിന്ദു, സ്വന്തം പേര്. സ്ഥലം ബാംഗ്ലൂര്, സാധനം ബാസ്കറ്റ്, സിനിമ മൃഗം എഴുതിയില്ലേ. പിന്നെ വിസ്മയത്തുമ്പത്ത് സിനിമ ഉണ്ടാ? വിസ്മയത്തുമ്പത്തില്ല, അത് വിസ്മയമാണ്. അപ്പൊ എല്ലാരും കൂട്ടിക്കോളെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഫലം പ്രഖ്യാപിക്കാം. ആരാണ് ഗെയിമിൽ ജയിച്ചതെന്ന്. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ്റെത് 300 മാർക്ക്. 300 മാർക്കുമായി അച്ഛൻ. എനിക്ക് 320 മാർക്ക്. പൊട്ടിച്ച്. എനിക്ക് 330. 330. അവൾ എന്നെ പൊട്ടിച്ചു. എനിക്ക് 260. തോറ്റു. കൊള്ളരുത് കേട്ടോ, രസമുണ്ട്. അപ്പം അനുവാണ് സുഹൃത്തുക്കളെ ജയിച്ചിരിക്കുന്നത്. ഒരു ക്ലാപ്പ്. 10 മാർക്ക്. അനു ഞാനും കൂടെ ടൈറ്റ് ആയിരുന്നു കേട്ടോ, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 10 മാർക്കിന്റെ ഞാനും വിജയിച്ചു. നീ ഒന്നെണ്ണം എന്നെ കോപ്പി അടിച്ചു. അച്ഛൻ എന്റെ കോപ്പി അടിച്ചു. എന്റെ ബാമ്പു വോയിസ് കോപ്പി അടിച്ചാൽ ഞാൻ കൂടെ ടൈ പിടിച്ചായിരുന്നു. ഞാൻ ഇപ്പോഴെനിക്ക് കിട്ടിയത് ബോംബെ കിട്ടിയത്. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.